കട്ടക്കരിപ്പന്ന മാലാഖപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഇതുപോലെയല്ലേ അവളെ അടിച്ചത്? അപ്പൊ ആ ശരീരം ഇതുപോലെ തന്നെ വേദനിച്ച് കാണില്ലേ? ഇതുകൊണ്ട് നിർത്തുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇനി മേലിൽ നിങ്ങൾ കാരണം അവൾക്കറിയാൻ ഇടവരരുത്. വന്നാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് എണീറ്റ് ആനിയുടെ അടുത്തേക്ക് നടന്നു. ആ നിമിഷം അവന്റെ നോട്ടം പോലും അവർക്ക് പേടിയായി തോന്നി. അവൻ വന്നതും അവരുടെ കവിള് നോക്കിയൊന്ന് പൊട്ടിച്ചു. അടിച്ചതിന്റെ ശക്തിയിൽ അവർ നിലത്തേക്ക് വീണതും അവൻ ആനിയുടെ വയറുഭാഗത്തേക്ക് കാലുപൊക്കിയതും അവളുടെ കൈകൾ അവന്റെ കാലിനെ ചുറ്റി പിടിച്ചിരുന്നു. അവന്റെ കാലിൽ പിടിച്ച കൈകളുടെ ആളെ നോക്കിയപ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടുവാണ് ഇഷു. അവിടെ ആ ഭാവം കണ്ടതും അവൻ ശ്വാസം ഒന്ന് ആഞ്ഞുള്ളിലേക്ക് വലിച്ചു വിട്ടു. അവന്റെ കാലിന്റെ ചുവട്ടിലിരിക്കുന്നവളെ രണ്ട് കൈ കൊണ്ട് അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അവൾ പ്രതികരിച്ചില്ല. അങ്ങനെ നോക്കാതെ ഒരു പ്രതിമ കണക്കെ നിന്നു. എന്നാൽ അവന്റെ ആ ചേർത്ത് പിടിക്കൽ അവിടെ നിൽപ്പുമെല്ലാം ആനി കത്തുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിലത്ത് നിന്ന് പിടഞ്ഞുകൊണ്ട് എണീറ്റു. രുദ്രനോട് ചേർന്ന് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് പോയി നിന്നു. സ്വന്തം അമ്മയെ തല്ലിക്കൊല്ലാൻ നോക്കിയവരോട് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ നിനക്ക് നാണല്ലടി മോളെ. നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയതിന് ദൈവം തന്നാടി പഴിച്ചവളെ എനിക്ക് ശിക്ഷ. കണ്ടവന്റെയൊക്കെ തല്ലു വാങ്ങിച്ചിങ്ങനെ നിർത്തിയില്ലടി. നീ ഓർത്തു വെച്ചോ, നിന്റെ ശരീരത്തോട് തോന്നിയ വെറൊരു ഭ്രമം കൊണ്ട് മാത്രം ഇവ നിന്റെ പിന്നാലെങ്ങനെ മണപ്പിച്ച് നടക്കുന്നത്. ആ ഭ്രമം മതിയാവോളം അനുഭവിച്ചാ പിന്നെ എവിടെങ്കിലും ഒന്ന് കുഴിച്ചു മൂടും. അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും. ഇനി അങ്ങനെ ഒരു ദിവസത്തിനാ എന്റെ കാത്തിരിപ്പ്. അത്രയും പറഞ്ഞുകൊണ്ട് അവരെ മറികടന്ന് പോകാൻ നിന്നവരുടെ മുന്നിലേക്ക് അവനവന്റെ കൈകൾ നിവർത്തി. അവൾ അപ്പോഴും കരയുകയാണ്. ഒരമ്മയും പറയാത്ത വാക്കുകൾ, ഒരു മക്കളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളുടെ തീച്ചൂളിൽ കിടന്നുകൊണ്ട് അവൾ ഉരുകയായിരുന്നു. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, ആ ഒരവസ്ഥ കാണാനല്ല അനുഭവിക്കാനിരിക്കുന്നത് നിങ്ങളാ. ആനിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളൊന്ന് നോക്കി. പിന്നെ ഈ ശരീരത്തോടെ എനിക്കിതുവരെ ഒരു ഭ്രമവും തോന്നിയിട്ടില്ല. ഭാവിയിൽ തോന്നുമെന്ന് എനിക്കറിയില്ല. തോന്നിയാ നിങ്ങളുടെ എന്നല്ല ഒരുത്തന്നെയും നിഴല് പോലും തട്ടാതെ നോക്കാൻ ഈ രുദ്രനാഥിനറിയാം. അവന്റെ ആ വാക്കുകളൊന്നും അവൾ കേട്ടില്ല. പക്ഷെ അവൻ ചേർത്ത് പിടിച്ച അവന്റെ കയ്യിലെ മുറുക്കം അവൾ അറിഞ്ഞു. രുദ്രൻ പറഞ്ഞു നിർത്തിയതും ആനിയുടെ നോട്ടം തലതാഴ്ത്തി അവനോട് ചേർന്ന് നിൽക്കുന്നവളിലേക്ക് പോയി. ഇഷു, നിന്നോട് ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഞങ്ങൾക്കൊപ്പം നീ വരുവാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. അതല്ല, ഇവരുടെ വാക്കിൽ കേട്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഒരിക്കലും ആ വീടിന്റെ പടി അടക്കില്ല. പാപ്പയെ നിന്റെ അനിയത്തിമാരെയോ ഒരിക്കലും നീ കാണില്ല. ആനി പറഞ്ഞു നിർത്തിയതും ഇഷു മുഖമേർത്തി അവരെ നോക്കി. കണ്ണുകൾ അപ്പോഴും ഒഴുകുന്നുണ്ട്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അടുത്തു നിൽക്കുന്നവൻ അപ്പോൾ തോന്നിയത് സ്നേഹമോ സഹതാപമോ ഒന്നുമായിരുന്നില്ല. ദേഷ്യമാണ് തോന്നിയത്. ഒന്നിനും ഏതിനും പ്രതികരിക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് പൊട്ടിക്കാൻ അവന്റെ കൈ ധരിച്ചു. പറ, ഇപ്പൊ ഞങ്ങൾക്കൊപ്പം വരുവാണെങ്കിൽ ഞാൻ വരാം. ആനിയുടെ ചോദ്യം മുഴുവനാക്കാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞതും ആനിയുടെ കണ്ണുകൾ തിളങ്ങി. അവരൊരു ചിരിയോടെ അവിടെ അടുത്ത് നിൽക്കുന്നവനെ നോക്കി. അവനിൽ പ്രത്യേകിച്ചൊരു ഭാവവും ആനി കണ്ടില്ല. അവളുടെ മറുപടി അതാവുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. എത്ര തല്ലിയാലും കൊന്നാലും അവരുടെ വീട്ടുകാരെ വിട്ട് ഇന്നലെ കണ്ട അവർക്കൊപ്പമൊന്നും അവൾ നിൽക്കില്ലെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവളുടെ ആ വാക്കുകളിൽ ദേവിയുടെ ഉള്ളു പിടഞ്ഞു. ഇനിയും അവളുടെ വീട്ടുകാരെ ഉപദ്രവിച്ചാൽ അവൾ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന അവൻ്റെ വാക്കുകളായിരുന്നു അത്രയും നേരം ദേവിയുടെ മനസ്സിൽ. അതാണ് അവളുടെ മറുപടിയിൽ തകർന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സങ്കടം തോന്നി ദേവിക്ക്. അല്ലെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. അവൾക്ക് അവകാശികളില്ലേ? അവരൊക്കെ വിട്ട് ആരുമില്ലാത്ത ഞങ്ങൾക്കൊപ്പം അവൾ ഒരിക്കലും വരില്ലല്ലോ. സ്വയം മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തി ദേവിക. അവളുടെ മറുപടിയിൽ രുദ്രൻ അവളിൽ നിന്ന് അകന്നു. തൻ്റെ സംരക്ഷണ വലയം തന്നിൽ നിന്ന് അകന്നത് അവൾ അറിഞ്ഞു. എന്നാലും മുഖമുയർത്തി നോക്കിയില്ല. കേട്ടല്ലോ, അവൾ പറഞ്ഞ് ശരിക്കും കേട്ടല്ലോ. ഇവിടെ തീർന്നു. നീ അവൾ തമ്മിൽ അരുതാത്ത വല്ല ബന്ധമുണ്ടെങ്കിൽ നിന്നേക്കാൾ വലുതായത് കൊണ്ടാണല്ലോ എനിക്കപ്പോൾ അവൾ വരുന്നത്. അതുകൊണ്ട് ഇനി അവൾ നോക്കുന്ന ചികിത്സകളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിനുള്ള സമ്പത്തൊക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ. അത്രയ്ക്ക് ഗതിയില്ലാതാവുമ്പോൾ അറിയിക്കാം. അപ്പോൾ ഒന്ന് സഹായിച്ചാൽ മതി. ഒരുതരം പുച്ഛഭാവത്തോടു കൂടി രുദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് ആനി സ്റ്റീഫന്റെ അടുത്തേക്ക് നടന്നു. ആവശ്യമായി നിലത്തെ ചുരുണ്ട് കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് ആനി ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. തികട്ടി വന്ന കരച്ചിലിനെ നിയന്ത്രിക്കാനെന്നോണം സഹോദരന്റെ അവസ്ഥയിൽ അവർ അത്രത്തോളം വേദനിച്ചിരുന്നു. തലതാഴ്ത്തി നിൽക്കുന്നവരുടെ കൈകളിൽ അവനവന്റെ കൈയൊന്ന് ചേർത്തു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവനവന്റെ മുഖം അവൾക്ക് നേരെ താഴ്ത്തിയിരുന്നു. എൻ്റെ കാർഡാണ്, എന്താവശ്യം വന്നാൽ വിളിക്കണം. ആ നിമിഷം ഞാൻ അവിടെ ഉണ്ടാവും. പേടിക്കണ്ട, ഒറ്റക്കല്ല. വളരെ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ കാർഡ് അവളുടെ കയ്യിൽ വെച്ച് അവനവന്റെ കൈകളെ പിൻവലിച്ചു. മറുപടിയൊന്നും അവളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവളിൽ നിന്ന് മറുപടിയൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്റ്റീഫനെ താങ്ങിക്കൊണ്ട് ആനി മുമ്പിൽ നടന്നു. അവൾക്ക് പിന്നാലെ ഇഷു. പോകുന്ന പോക്കിൽ അവൾ ദേവിയെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളുമായി
അവൾ ദേവിയെ നോക്കി ചിരിച്ചു. പക്ഷേ ദേവിക്ക് ചിരിക്കാനായില്ല. അവരുടെ സങ്കട ചിരിയിൽ കൂടുകയാണ് ചെയ്ത്. റൂം വിട്ട് അവൾ പുറത്തേക്ക് പോയി. പോകും വഴി ആനി ലീനയോടും സ്റ്റീഫനെ പിടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവരും അവർക്കൊപ്പം പോയി. അവരെല്ലാം പോയതും ദേവിയും രുദ്രനും മാത്രമായി. ദേവിയുടെ കണ്ണുകൾ ടേബിളിരിക്കുന്ന ജ്യൂസിലേക്ക് പോയി. അത് കണ്ടതും ദേവി പൊട്ടിക്കരഞ്ഞു. അമ്മേ. പൊട്ടിക്കരയുന്ന അവൻ്റെ അമ്മയെ അവൻ ചേർത്ത് പിടിച്ചു. അവന് നെഞ്ചിൽ കിടന്നുകൊണ്ട് ദേവി ടേബിളിരിക്കുന്ന ജ്യൂസിലേക്ക് ചൂണ്ടി. അവൻ്റെ കണ്ണുകളും അങ്ങോട്ട് പോയി. കുഞ്ഞൊന്നും കഴിച്ചില്ലല്ലോടാ. ഉച്ചയ്ക്ക് ലേശം കഞ്ഞി കുടിച്ചതാ. വിശക്കണുണ്ടാവും. അവിടുന്ന് വല്ലതും കൊടുക്കുവാവോ? വീട്ടേണ്ടിയിരുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറഞ്ഞു നിർത്തായിരുന്നില്ലേ? മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ഉള്ളിലെ മുറിവൊക്കെ മാറണമെങ്കിൽ നല്ലതുപോലെ നോക്കണം. ആര് നോക്കാനാ ഈശ്വര? ദേവിയുടെ വാക്കിൽ രുദ്രന്ന് ചിരിച്ചു. ഒരു മകളോടെന്ന പോലെയുള്ള ഒരു അമ്മയുടെ വാക്കുകൾ. അവളെന്ന അമ്മയെ ചെറിയ കുട്ടിയാണോ? അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്കറിയില്ലേ? പിന്നെ അവളെ നമുക്കൊപ്പം പിടിച്ചിർത്താൻ അവൾ നമ്മുടെ ആരാ? ഇന്നലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരുപാട്. അതുപോലെ തന്നെ അവൾ ഇന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കരുതാൻ നമുക്ക്. രുദ്രൻ പറഞ്ഞു. ദേവി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാലും ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. ഇനി കാണുവോടാ അവളെ? അവസാനത്തെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നു. അമ്മ എൻ്റെ കാർഡ് ഞാൻ കൊടുത്തിട്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ വിളിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അമ്മ കണ്ടിട്ടില്ലെന്ന് കരുതണം കേട്ടോ. രുദ്രൻ പറഞ്ഞു. ദേവി ഒന്ന് മൂളി. നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് തന്നെ വരും അമ്മേ. അല്ലെങ്കിൽ അത് പോട്ടെ. അവനത് പറയുമ്പോൾ അവൾക്കായി അവൻ കൊണ്ടുവന്ന അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ജ്യൂസിന്റെ ഗ്ലാസ്സിലേക്കായിരുന്നു. ഉള്ളിലൊരു വേദന വന്ന് നിറയുന്ന അവൻ അറിഞ്ഞു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം റോണയെ ഏൽപ്പിച്ച് അവളുടെ ഡിസ്ചാർജൊക്കെ ശരിയാക്കാതെ പോയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാറിൽ പോകുമ്പോൾ ദേവിയൊന്നും മിണ്ടാ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മനസ്സിൽ അവളാണ്. അവിടെ നിറഞ്ഞ കണ്ണുകളാണ്. ദേവിക്ക് അവൾ ആലോചിച്ച് സമാധാനം ഇല്ലാതെയായി. രുദ്രനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചാടിക്കളിച്ചാലോ എന്ന് പേടിച്ച് ഉള്ളിലെ സങ്കടം ഒതുക്കി പിടിച്ചിരുന്നു. രുദ്രന്റെ മനസ്സിൽ അവൾ തന്നെയാണ്. പക്ഷേ അവന്റെ ചിന്തകൾ അവളോടുള്ള ദേഷ്യത്തിലാണ് അവസാനിക്കുന്നത്. അവളുടെ കണ്ണുകളിലെ പേടി, മൗനം, ഇതെല്ലാം അവൻ അവളോടുള്ള ദേഷ്യം കൂട്ടി. പൊട്ടിയൊന്നുമല്ലല്ലോ, പ്രതികരിച്ചുകൂടെ? എന്തിനും കരഞ്ഞോട് നിൽക്കുകയാണ് അവൾ. എന്നിട്ട് അവിടെ മിണ്ടാതെയുള്ളൊരു പോക്കും. അവൾ പോകരുതെന്ന് അവനറിയാത്തന്നെ അവന്റെ മനസ്സും ആഗ്രഹിച്ചിരുന്നു. അവളുടെ ഓർമ്മകൾ ഇനി ചിന്തയിൽ കൊണ്ടുവരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ തലകുടഞ്ഞു. കെയർ ഹോസ്പിറ്റലിൽ നിന്ന് മാൻഷനിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. മാൻഷനിലേക്ക് എത്താറായപ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അവൻ എടുത്തില്ല. പിന്നെ അടിച്ചതും അവൻ കോള് കണക്റ്റാക്കി. ഹലോ. അവൻ ഹലോ പറഞ്ഞിട്ടും മറുപുറത്ത് നിന്ന് അനക്കമൊന്നും കേട്ടില്ല. അവൻ ഫോണിലേക്ക് ഒന്നുകൂടെ നോക്കി. പരിചയമില്ലാത്ത നമ്പർ. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ആർക്കും അറിയാത്ത അവന്റെ പേഴ്സണൽ നമ്പറാണ്. അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇഷ. അവൻ വിളിച്ചതും അതുവരെ പുറത്തേക്ക് നോക്കിയിരുന്ന ദേവി അവന്റെ മുഖത്തേക്കും ഫോണിലേക്കും മാറി മാറി നോക്കി. കുഞ്ഞ, അമ്മേടാ, വീടെത്തിയോ? ദേവികയുടെ ശബ്ദം കേട്ടതും അവളൊന്ന് മൂളി. പിന്നെയും മൗനം. രുദ്രൻ അവന്റെ പല്ലൊന്ന് കടിച്ചു. നീ എന്തിനപ്പോ വിളിച്ച്? അവളോടുള്ള അവന്റെ ദേഷ്യം അവന്റെ വാക്കുകളിലും പ്രകടമായിരുന്നു. വിക്കലും മുക്കലൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വെച്ചിട്ട് പോ. അവളെന്തോ തപ്പി തടഞ്ഞു പറയാൻ വന്നു. അവന്റെ ശബ്ദമുയർന്നു. അവളെ അത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഒരു വാക്ക് പോലും മറുത്തു പറയാതെ അവരോടൊപ്പം ഇറങ്ങിപ്പോയവളോടുള്ള ദേഷ്യം, വാശി, അതൊക്കെയായിരുന്നു അവനപ്പോൾ മനസ്സിൽ. ഞാൻ വീടെത്തി. ഭക്ഷണമൊക്കെ ലിൻഡാൻ്റെ ഉണ്ടാക്കി തന്നു. മമ്മൊന്നും പറഞ്ഞില്ല. ഞാൻ മരുന്നൊക്കെ കഴിച്ചു. ഇതൊക്കെ അമ്മയോട് പറയാൻ അതിനെ വിളിച്ചതാ. അവിടെയും ഇവിടെയൊക്കെ തപ്പുന്നുണ്ടെങ്കിലും അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ദേവി എന്തോ പറയാൻ വന്നു. അപ്പുറം കോള് കട്ടായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു. ദേവിയുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ അവൾ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നാൽ രുദ്രന്റെ മുഖം അയഞ്ഞില്ല. ഇപ്പോൾ അവൾ പറയാതെ വെച്ചതും അവന്റെ ഉള്ളിലെ ദേഷ്യം കൂട്ടി. മാൻഷനിലെത്തിയതും ദേവി കാറിൽ നിന്നിറങ്ങി. ദേവി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ഹാളിൽ നിന്ന് ഫയൽ നോക്കുന്ന മോഹനെ. റോണി ലാപ്പിൽ നോക്കി എന്തൊക്കെയോ മോഹനോട് പറയുകയാണ്. കുറച്ചു മാറി കണ്ണ് TV കാണുന്നുണ്ട്. ആരോ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും മോഹൻ വാതിലിലേക്ക് നോക്കി. അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ദേവിയെ കണ്ടതും മോഹന്റെ കണ്ണുകൾ ചുരുങ്ങി. നീ എന്താ ദേവി ഇവിടെ? അപ്പോ ഹോസ്പിറ്റലാരാ? ആ കുട്ടിയുടെ ഒറ്റക്കല്ലേ? മോഹൻ അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുകൂടെ കണ്ടത് മോഹൻ ഒന്നും മനസ്സിലാവാതെ ദേവിക്ക് പിന്നീട് അകത്തേക്ക് കയറി വന്ന രുദ്രനെ നോക്കി. രുദ്ര, നീയും ദേവി ഒപ്പാണോ വന്ന്? അവളെങ്ങനെ നിനക്കൊപ്പം വന്നു? ഹോസ്പിറ്റലപ്പം ആരാ? ആ കുട്ടിയോട് ഒറ്റക്കല്ലേ? അവള് പോയി മഹിയേട്ട. അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. ദേവി സങ്കടത്തോടെ പറഞ്ഞു. മോഹൻ ദേവിയെ ദയനീയമായി നോക്കി. അതിനെന്താ ദേവി സങ്കടം? അതവളുടെ വീട്ടുകാരല്ലേ? അവരൊക്കെ കാരണം മയ്യേട്ട അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത്. ദേവി പറഞ്ഞതിന് മോഹന്റെ കയ്യിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല.
ഇനി അവൾ അവരൊക്കെ അമ്മയോ നിർത്തുന്നുണ്ടോ? ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. തല്ലുവോ കൊല്ലുവോ എന്തെങ്കിലും ചെയ്യട്ടെ. അവളായിട്ട് അവരുടെ ഒപ്പം പോയതല്ലേ, ആരും പറഞ്ഞു വിട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പ്രശ്നം തലയിലുണ്ട്, അതിൽ കൂടി ഇങ്ങനെ ഓരോരോ മാരണങ്ങള്. ഇനി അവളുടെ കാര്യം ആരും വീട്ടിൽ പറഞ്ഞു പോരുത്. ആരോടൊക്കെയുള്ള ദേഷ്യം അവന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ആരൊന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞ് ശരിയാണ്. ഇന്നലെ തൊട്ട് എല്ലാവരുടെയും ചിന്തകളിൽ അവളൊരാൾ മാത്രമാണ്. എന്നാൽ രുദ്രനെ തന്നെ നോക്കിയുന്ന കണ്ണന്റെ കണ്ണുകൾ മാത്രം തുറന്നു കിടക്കുന്ന അവന്റെ ഷർട്ടിന്റെ ഇടയിലൂടെ കാണുന്ന അവന്റെ നെഞ്ചിലേക്കായിരുന്നു. കണ്ണൻ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് നടന്നു. ഇതെന്തേട്ടാ ഇവിടെ ഒരു അട? അവൻ പറഞ്ഞുകൊണ്ട് അതിൽ തൊടാൻ കൈ നീട്ടിയതും രുദ്രൻ അവന്റെ കയ്യിൽ പിടിച്ചു. കണ്ണൻ അവന്റെ നെഞ്ചിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലടാ. ഏതു നേരം ഈ ഫോണും ടി വി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി 2 അക്ഷരം പഠിക്കടാ. അതും പറഞ്ഞ് കണ്ണനെ തള്ളി മാറ്റി രുദ്രൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. ഓഹ്, ഇയാൾ ആരാ ആക്ടറൊക്കെ ആക്കിയത്? എല്ലാ ഏട്ടന്മാരെ പോലെ തന്നെയാ ഈ ഏട്ടനെയും സ്വഭാവം. പിന്നെ നിന്റെ ഏട്ടനെന്താ കൊമ്പുണ്ടോ? കണ്ണൻ പറഞ്ഞു. റോണി അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ എല്ലാ ഏട്ടന്മാരെയും പോലും അല്ലല്ലോ രുദ്രനാഥ്. ഈസ് എ ആക്ടർ. രുദ്രനാഥ് ഒരു ആക്ടർ ആയിരിക്കും, പക്ഷേ അവനൊരു സാധാരണ ആൺകുട്ടിയാ. അവൻ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും അവനൊരു സാധാരണക്കാരൻ തന്നെയായിരിക്കും. അതിന് കാരണം അവനവളെത്തിയതേ കാണിമംഗലം തറവാട്ടിലെ ദേവദത്തൻ എന്ന എൻ്റെ അച്ഛനാ. മോഹനത് പറയുമ്പോൾ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. അത് കണ്ണനിലേക്കും റോണിയിലേക്കും പടർന്നു. എന്നാൽ ദേവി അതിൽ നിന്നും ശ്രദ്ധ കൊടുക്കാതെ അകത്തേക്ക് നടന്നു. അമ്മേ! ആരെയും നോക്കാതെ അകത്തേക്ക് പോകുന്ന ദേവിയെ കണ്ണനൊന്ന് വിളിച്ചു. ദേവി അവിടെ തന്നെ നിന്നു. എന്താ അമ്മ ഇത്? ആ ചേച്ചി പൊക്കോട്ടെ, നമ്മുടെ ആരുമില്ലല്ലോ, പിന്നെന്താ? ഇനി അത് ആലോചിച്ചെന്നാലേ ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കൂട്ടോ. കണ്ണൻ ദേവിയെ നോക്കി ഭീഷണി രൂപത്തിൽ പറഞ്ഞു. അതിന് ദേവിക അവനെ നോക്കി തെളിച്ചമില്ലാതെ ചിരിച്ചു. അല്ലമ്മേ, ഏട്ടന് നെഞ്ചിലെന്തൊരു അടയാളം, എന്തോ കടിച്ച പോലെ. കണ്ണൻ ചോദിച്ചു. ദേവി അവൻ അത്ഭുതത്തോടെ നോക്കി. നീ അതും കണ്ടോ? ഹോ, നിന്റെ കണ്ണ് വല്ലാത്തൊരു കണ്ണാട്ടോ. ദേവി പറഞ്ഞതും അവൻ അവൻ്റെ കൈ കൊണ്ട് അവൻ്റെ ഷർട്ടിന്റെ കോളറൊന്ന് പൊക്കി. പറ, എന്താ? ഓഹ്, എൻ്റെ പൊന്ന് കണ്ണ, നിന്നൊക്കെ ഉണ്ടല്ലോ. അതാ കുട്ടി ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പേടികൊണ്ട് അവനെ കടിച്ചതാ. ദേവി പറഞ്ഞതും കണ്ണനും മോഹനും റോണിയും ഒക്കെ വിശ്വസിക്കാനാവാതെ ദേവിയെ തന്നെ നോക്കി. ശരിക്കും ആ കുട്ടി കടിച്ചു തന്നെയാണോ ദേവി? മോഹൻ ചോദിച്ചതിന് ദേവി തലവിളിക്കി. എന്നിട്ട് അവൻ ആ കുട്ടി എന്തെങ്കിലും പറയുകയോ ചെയ്യോ മറ്റോ? മോഹന്റെ മുഖത്ത് ടെൻഷനായിരുന്നു. ആ ഭാവം തന്നെയായിരുന്നു റോണിയിലും കണ്ണനിലും. അവനത് അറിഞ്ഞോന്ന് പോലും സംശയ. അപ്പോഴത്തെ അവന്റെ ഭാവം ആലോചിച്ചുകൊണ്ട് ദേവി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. എന്നാൽ മോഹനും കണ്ണനും റോണിയും പരസ്പരം നോക്കി. എന്തോ ഇപ്പൊ ദേവി പറഞ്ഞിട്ട് പോയത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. കുറച്ച് ദിവസം മുൻ നൈറ്റ് ഡ്രൈവിന് മോഹനും പിള്ളേരും പോയപ്പോൾ ഒരു പെൺകുട്ടി അവനെ അറിയാതെയും തട്ടി. മാസ്ക് വെച്ചത് കാരണം അവനാണെന്ന് മനസ്സിലാവില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗിലെ ചില്ല് തട്ടി രുദ്രന്റെ കയ്യിലൊന്ന് പോറി. വളരെ ചെറിയൊരു മുറിവ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലും ആക്കിയിട്ടേ അവൻ ആ പ്രശ്നം സോൾവ് ആക്കിയുള്ളൂ. അതാണ് രുദ്രൻ. അവന്റെ ശരീരം വേദനിച്ചാൽ അവൻ പിന്നെ ഒരു രാക്ഷസനാണ്. അവനെയാണ് എത്തി കടിച്ചു പറിച്ചിട്ടും അവൻ മൈൻഡാക്കാതെ വിട്ടത്. എന്നാൽ ഇതേ സമയം നെഞ്ചിൽ നീല നിറത്തിൽ തെളിഞ്ഞു കാണുന്ന പാടിലൂടെ അവൻ വിരലോടിച്ചു. എനിക്ക് തന്നൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല ഈശ. ഇതും ഞാൻ തിരിച്ചു തന്നിരിക്കും, സ്ഥാനം മാറാതെ തന്നെ. ഒരു ചിരിയോടെ ആ പാടിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ ഓർത്തു. ഈ നേരം ഹയാത്ത് ഹോട്ടലിന് മുമ്പിലുള്ള AD ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്നതും അവൻ ചുറ്റുമും നോക്കി. കണ്ണുകൾ നിറച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ അമ്മയെ അവൻ കണ്ണി ചിമ്മി കാണിച്ചു. അതും അറിയോ ഓക്കെ? ഡോക്ടർ അവനോട് ചോദിച്ചതിന് അവനൊന്ന് പുഞ്ചിരിച്ചു. അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് ജീവൻ ആപത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിന് നിങ്ങൾ ആ പെൺകുട്ടിയോട് കടപ്പെട്ടവരാവണം. ലുക്കാദം ഇപ്പൊ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കൈക്കും കാലിനും ചെറിയ പൊട്ടലുകളുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമില്ല. പഴയതുപോലെ നടക്കാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഡോക്ടറോട് അവൻ തിരിച്ചു ചോദിച്ചു. ഒരു 2 മാസം അതിനുള്ളിൽ നടക്കാം. ഡോക്ടർ പറഞ്ഞതും അവനൊന്ന് തലവിളിക്കി. ഡോക്ടർ പുറത്തേക്ക് പോയി. മോനെ, എനിക്കൊന്നുമില്ല അമ്മ, വെറുതെ കരയാതെ. പപ്പയുടെ ഈ ചായന ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയിരിക്കുക. പോലീസ് വിളിച്ചിരുന്നു. പിന്നെ നിന്നെ രക്ഷിച്ച ആ കുട്ടിയൊന്ന് കാണണം. അവസാനം അവർ പറഞ്ഞു കേട്ടതും അവൻ്റെ കണ്ണുകളും തിളങ്ങി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച മുഖമായി അവനെ തന്നെ നോക്കി നിൽക്കുന്നവരുടെ മുഖമായിരുന്നു മനസ്സിൽ. ആ കുട്ടി എന്തിനാണ് പപ്പ കാണുന്നത്? നിന്റെ ഓപ്പറേഷൻ വേഗം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഗോൾഡൊക്കെ കൊടുത്താൽ നിന്റെ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ വരാൻ അല്പം വൈകി. ഇത് നമ്മുടെ ഹോസ്പിറ്റലല്ലേ, പിന്നെ നിനക്ക് ക്യാഷ്? അത് ആ കൊച്ചിനെ അറിയില്ലല്ലോ. പിന്നെ നീ ഇവിടെ ആദ്യമായിട്ടുള്ളതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല.
ഞങ്ങൾ വന്നപ്പോഴാണ് നീ ഞങ്ങളുടെ മകനാണെന്ന് അറിഞ്ഞു തന്നെ. അവനൊന്ന് മൂളി. അവളെ ഒന്ന് കാണണമെന്ന് അത്രമേൽ അവൻ്റെ ഹൃദയം മുറിവിളി കൂട്ടുന്നു അവൻ അറിഞ്ഞു. അവൻ കണ്ണുകളടച്ച് അവളുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു. അവളെ കണ്ട രംഗം അവൻ്റെ ഓർമ്മകളിലേക്ക് വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.